തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നന്ദിനി, നന്ദിനി, ഇതെന്താ ഇത്? ഇത് ഹരിത മാഡത്തിന്റെ ബാഗാ. അവരുടെ ലഗേജ് അവർക്ക് എടുക്കാൻ അറിയില്ലേ? താൻ എന്തിനാ ഇതൊക്കെ എടുക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മളല്ലേ കൊണ്ടുപോയി കൊടുക്കണ്ടേ, അത് സാരമില്ല. അങ്ങനെ വല്ല നിയമമുണ്ടോ? താൻ അതവിടെ വെച്ചാൽ മതി. അല്ല, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, മാഡം പറഞ്ഞിട്ടാ. അവിടെ വെക്കാനല്ലോ പറഞ്ഞേ. രാജോട്ടാ, രാജോട്ടാ വരുന്നു സാറേ. അതെ, വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാ അവരുടെ മുമ്പിൽ താൻ വേലക്കാരി ആവേണ്ട കാര്യമൊന്നുമില്ല. താൻ എന്റെ ഭാര്യ. അതിന്റെ ഭാര്യമാര് പെട്ടിയെടുക്കാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ സാറേ? നന്ദിനി ഈ പെട്ടി എടുക്കുന്നത് താൻ കണ്ടില്ലേ? എടോ, ഇത്രയും ഹെവി ആയ ജോലി നന്ദിനിയാണോ ചെയ്യേണ്ടത്? പിന്നെ തന്റെ ആവശ്യം എന്താ? പെട്ടി ഞാൻ എടുക്കാൻ പോയതാ സാറേ. അപ്പൊ നന്ദിനി മോള് എന്നെ പെട്ടി എടുത്താ മതിയെന്ന് ഹരിത മാഡം പറഞ്ഞു സാറേ. ഓ, ഹരിത മാഡം. രണ്ടു പേരോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ആരെങ്കിലും വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ വിരുന്ന് കഴിയുമ്പോൾ അവരങ്ങ് പോവും. അല്ലാതെ നിങ്ങൾ ആരും അവരുടെ അടിമകളാകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? എന്തിനാ സർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനിത് കൊണ്ടുപോയി കൊടുത്തോളാം. തന്നോട് താഴെ വെക്കാനാ പറഞ്ഞത്. വാട്ട്സ് ഗോയിങ് ഓൺ? ഇത്ര നേരായിട്ടും എനിക്ക് പെട്ടി റൂമിൽ എത്തിക്കാറായില്ലേ? നന്ദിനിയോട് പെട്ടി എടുത്തുകൊണ്ട് വരാൻ നീയാണോ പറഞ്ഞത്? യെസ്. ഇത്തരം ജോലികൾ വേലക്കാരികളെ ആണല്ലോ ഏൽപ്പിക്കേണ്ടത്. ഷീസ് മൈ വൈഫ്. ഞാനത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതാണ്. എടോ, എങ്ങനെ വൈഫായി എന്നൊക്കെ എനിക്ക് അറിയാം. ആലോചിച്ചുറപ്പിച്ച് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ. വഴിവക്കിലിരിക്കുന്നവളെ താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ. അവൾക്ക് ഈ വേലക്കാരിയുടെ പോസ്റ്റ് തന്നെ ധാരാളം. എടുത്തോണ്ട് വാടി. നിന്റെ ലഗേജ് നിന്റെ മുറിയിൽ എത്തണമെങ്കിൽ നീ തന്നെ എടുത്തോണ്ട് പോണം. നന്ദിനി അത് കൊണ്ടുവരില്ല. താൻ എന്നെ വെല്ലുവിളിക്കുകയാണോ? ഇവളെ കൊണ്ട് ഈ പെട്ടി എടുപ്പിച്ച് എന്റെ മുറിയിൽ എത്തിക്കാൻ എനിക്കറിയാം. അവളൊരു പെട്ടി. പിന്നെ എന്റെ അമ്മയെ അനുകരിക്കുന്നവളാണ് നീയെന്ന് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ട് പത്മാമയുടെ ആവാൻ ശ്രമിക്കണ്ട. ആയിക്കഴിഞ്ഞാലേ പ്രശ്നമാ. എടുത്തിട്ട് പോടി നിന്റെ പെട്ടി. എടി, എടുത്തിട്ട് പോവാൻ. എന്തേ പറ്റുന്നില്ലേ? നന്ദിനിക്ക് ഇത് ചുമന്ന് നിന്റെ മുറിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിനക്ക് ഇത് കൊണ്ടുപോവാം. കാണട്ടെ നിന്റെ ചങ്കൂറ്റം. കൊണ്ടുപോ. ഇത് പ്രശ്നമാവും സർ. പത്മ മാഡം പ്രശ്നം ഉണ്ടാക്കും. അതെ, പ്രശ്നം ഉണ്ടാക്കിയാ അത് ഞാൻ നോക്കിയോളാം. ഇനി മേലിൽ ഇത്തരം ജോലികൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. അതെ, വരുന്നവർക്ക് വെച്ച് വളർത്തി കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അത് ഞാനിവിടെ സ്ഥിരം ചെയ്യുന്ന ജോലിയാ. അല്ലാതെയുള്ള അടിമത്വമൊന്നും വേണ്ട. എനിക്ക് ഒരുത്തനെ പിടിച്ചിട്ടില്ല. ആവശ്യമില്ലാതെ വെറുതെ കയറി ഒരു വരവ്.
ഉള്ളത് പറയാലോ സാറേ, എൻ്റെ അഭിപ്രായവും അതാ. ഈ വീട്ടിലുള്ള കുഴപ്പങ്ങൾ പോരാഞ്ഞിട്ട് വേറെ പുതിയത് എന്തൊക്കെയോ വന്നിറങ്ങിയിട്ടുണ്ട്.